പിറ കാണുകയാണെങ്കിൽ ഇന്ന് പരിശുദ്ധമായ ശഅബാൻ മാസത്തിലേക്ക് നമ്മൾ കടക്കാൻ. ശഅബാനിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ശഅബാനിലേക്ക് കടക്കുമ്പോൾ നിർബന്ധമായും മനസ്സിലാക്കേണ്ട ചില പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകൾ മനസ്സിലാക്കാതെ ശഅബാനിലേക്ക് കടന്നാൽ നമുക്കൊരമലും ആസ്വദിക്കാൻ പറ്റില്ല. അതുമാത്രമല്ല, റജബ് നമ്മിൽ നിന്ന് കടന്നു പോകുമ്പോൾ ഈ റജബിൽ നമ്മൾ ചെയ്ത അമലുകളെല്ലാം അള്ളാഹു സ്വീകരിക്കാൻ ഒരു മനോഹരമായ ദുആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഒരു പ്രാർത്ഥനയുണ്ട്. അത് നമുക്കൊന്ന് പഠിക്കണം. അതുമാത്രമല്ല, ഇനി ശഅബാൻ വരുന്നു, റമളാൻ വരുന്നു. പലരും പറയണം ഭയങ്കര ആകെ തളർന്നു പോകുന്നു ഉസ്താദേ, ഇബാദത്തിന് ഭയങ്കര മടിയാണ്. ആ മടിയൊക്കെ മാറ്റിയെടുക്കാൻ, നല്ല ഉന്മേഷമുള്ളവരാക്കാൻ, സ്ട്രെസ്സും ഡിപ്രഷനും ഒക്കെ മാറ്റിക്കളയാൻ പറ്റിയ അതിവിശിഷ്ടമായ ഒരു ഇസ്മും കൂടെ ഉണ്ട്. നമുക്കിതൊക്കെ ഒന്ന് പഠിച്ചാലോ? ശഅബാൻ എന്നിട്ട് മനോഹരാക്കിയെടുക്കണ്ടേ? അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. അള്ളാഹു ഹൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഹാപ്പിയല്ലേ? റജബ് ഷഹറുള്ള ഇങ്ങനെ വിട പറഞ്ഞു പോകാൻ അല്ലേ? പിറ കാണുകയാണെങ്കിൽ ഇന്ന് ശഅബാൻ ആദ്യത്തെ രാവിലേക്ക് നമ്മൾ കടക്കാൻ. റജബും ശഅബാനും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. മനോഹരമായ പ്രാർത്ഥന 3 തവണ ഒന്ന് ചൊല്ലിക്കേ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. റജബിലും ശഅബാനിലും പടച്ചോനെ നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേ അല്ലാ. ഇനി ശഅബാൻ മാസത്തിലേക്ക് കടന്നു വരികയാണെങ്കിലും ഇതേപോലെ തന്നെ റജബ് എടുത്ത് കളയാനൊന്നും പാടില്ല. ചില ഉസ്താദുമാരടക്കം പിന്നെ ശഅബാൻ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന് പറയാറ്. ശഅബാനിൽ ബറക്കത്ത് ചെയ്യണേ, കാരണം റജബ് കഴിഞ്ഞു പോയല്ലോ എന്നാണ്. അല്ല, അത് തെറ്റാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ റജബിലും ഇങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചത്, ശഅബാനിലും ഇങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചത്. അപ്പോൾ ശഅബാൻ എത്തിയാലും അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ രണ്ടും പറയണം. മനസ്സിലായോ? അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ ഒരുപാട് അമലുകൾ ചെയ്തു അല്ലേ? നമ്മുടെ സ്വഭാവ ഹൈറിലൂടെ എന്തോരം അമലുകൾ പറഞ്ഞു തന്നു. നമ്മൾ രാത്രിയിലെ മജ്ലിസിലൂടെ എന്തോരം ദിക്റുകൾ ചൊല്ലി. നമ്മുടെ ലൈഫിൽ അള്ളാഹുവിനെ ആസ്വദിക്കാൻ തുടങ്ങി. ഈ അമലുകളൊക്കെ അള്ളാഹ് സ്വീകരിക്കണ്ടേ? ഈ ഒരു മാസം കടന്നു പോകുമ്പോൾ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ഒരു പ്രാർത്ഥന, ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ഒക്കെ കഅബ പുതുക്കി പണിതിട്ട് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. അത് ഏത് കർമ്മങ്ങൾക്ക് പിറകെയും ആ പ്രാർത്ഥന നല്ലതാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഒരു 3 തവണ എന്ന് പറഞ്ഞേ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ربنا تقبل منا إنك أنت السميع العليم. ربنا تقبل منا إنك أنت السميع العليم. ربنا ഞങ്ങളുടെ രക്ഷിതാവേ തഖബ്ബൽ മിന്ന, ഞങ്ങൾ ഈ ചെയ്ത എല്ലാ നന്മകളും നീ അങ്ങ് സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ. ഇന്നക അൻത സമീഉൽ അലീം. നീ എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനാണ് അല്ലാ. അല്ലേ? എല്ലാം അറിയുന്നതാണ് റബ്ബ്. നമ്മുടെ കൽബിൽ ഇഖ്ലാസിൻ്റെ തോതൊക്കെ പടച്ചോനെ അറിഞ്ഞോടെ. എന്നാലും അള്ളാഹ്ക്ക് അറിയാം നമ്മൾ പാവങ്ങളാണ് പടച്ചോനെ. നിൻ്റെ അടിമകളാണല്ല, നിൻ്റെ കാരുണ്യത്തിൽ പ്രതീക്ഷയുള്ളവരാണല്ല, വേറെ ഒന്നുമില്ല പടച്ചോനെ ഞങ്ങളുടെ കയ്യിൽ. റബ്ബനാ തഖബ്ബൽ മിന്നാ, നീ സ്വീകരിക്കണേ അല്ല, നീ സ്വീകരിക്കണേ അല്ല. ആ ബോധ്യത്തിൽ മനസ്സറിഞ്ഞ് ഈ പ്രാർത്ഥന ഇന്ന് ധാരാളം ചൊല്ലാം. മനസ്സിലായോ? ശഅബാൻ നമ്മിലേക്ക് കടന്നു വരാണ് അല്ലേ? എന്താ ശഅബാൻ്റെ പ്രത്യേകത? ഹബീബായി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ? റജബുൻ ഷഹറുല്ലാഹ് ശഅബാനു ഷഹരി റമളാനു ഷഹറു ഉമ്മത്തി. റജബ് അള്ളാൻ്റെ മാസാണ്, ശഅബാനോ എൻ്റെ മാസാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേർത്ത് പറഞ്ഞ മാസാണ്. ഹബീബായ റസൂലുള്ള പറയുന്നുണ്ട്, റജബ് പല ആളുകളും ശ്രദ്ധിക്കും, പക്ഷേ ശഅബാൻ അശ്രദ്ധവാന്മാരായി പോകും ചില ആളുകൾ. റജബ് ഷഹറുല്ലാ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ആവേശമായിരിക്കും. റജബിലെ സ്വഭാവത്തിലേക്ക് ഭയങ്കര ആവേശമായിരിക്കും.
ശഅബാൻ വരുമ്പോൾ മടിയായി. പിന്നെ ഉഷാർ വരണമെങ്കിൽ റമളാനാവണം. റസൂലുള്ള പറയാൻ ഈ റമളാൻ്റെയും റജബിൻ്റെയും ഇടയിൽ അശ്രദ്ധവാന്മാരായി പോകുന്ന ആളുകളുടെ ഒരു മാസമുണ്ട്, അത് ശഅബാനാണ്, അത് സൂക്ഷിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശഅബാനിൻ്റെ കുറച്ച് പ്രത്യേകതകൾ ഞാൻ പറഞ്ഞു തരട്ടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇതറിയാതെ ശഅബാനിലേക്ക് കടന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ഒന്നാമതൊരു പ്രത്യേകത, ഒരുപാട് ഹുക്കുമുകൾ ഇറങ്ങിയ ഒരു മാസമാണ് ശഅബാൻ എന്ന് പറയുന്നത് അല്ലേ. റമളാൻ നോമ്പ് നിർബന്ധമാക്കിയത്, ആ വിധി ഇറങ്ങിയത് ശഅബാൻ മാസത്തിലാണ്. അതുപോലെ തന്നെ കൊല്ലം തോറും 2.5% സക്കാത്ത് കൊടുക്കണമെന്ന വിധി അത് നിർബന്ധമായി ഇറങ്ങിയത് ശഅബാൻ മാസത്തിലാണ്. അതുപോലെ ഫിത്ർ സക്കാത്ത് നിർബന്ധമാക്കിയത് ശഅബാൻ മാസത്തിലാണ്. 2 പെരുന്നാൾ നിസ്കാരം സുന്നത്തായ വിധി പ്രഖ്യാപിച്ചത് ശഅബാൻ മാസത്തിലാണ്. അങ്ങനെ ഒരുപാട് വിധികൾ കൊണ്ട് സമ്പന്നമായൊരു മാസമാണ് ശഅബാൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഒരു പ്രത്യേകത, ഹബീബായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശഫാഅത്ത് ഉണ്ട് അല്ലേ. നമ്മൾ ഈ ദുനിയാവിലെ ചൂട് നമുക്ക് താങ്ങാൻ പറ്റുന്നുണ്ടോ? നാളെ ആഖിറത്തിൽ ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 50,000 കൊല്ലമാണ്. ദുനിയാവിൽ 50,000 കൊല്ലത്തെ ദൈർഘ്യമുണ്ട് മഹ്ശറിൽ ഒരു ദിവസത്തിന്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അങ്ങനെയുള്ള മഹ്ശറിൽ നമ്മളിങ്ങനെ സൂര്യനെ ഒരു ചാൺ മുകളിൽ ഉദിപ്പിക്കുമ്പോൾ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് ചിലർ മുട്ടുവരെ, ചിലർ കഴുത്ത് വരെ, ചിലർ മൊത്തത്തിൽ മുങ്ങിപ്പോകുന്നൊരവസ്ഥ. നമ്മൾ അതികഠിനമായ വേദനയിൽ ഇങ്ങനെ നിലവിളിക്കും, എത്രയും പെട്ടെന്ന് പടച്ചോനെ ഒന്ന് വിചാരണക്കെടുക്കണേ. ഉമ്മ തിരിഞ്ഞു നോക്കൂല. നമ്മുടെ ഉമ്മാക്ക് നമ്മൾ വേണ്ടാന്നേ. ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ ഉമ്മാന്നൊന്ന് വിളിക്കണ്ട, ഊന്ന് പറയുമ്പോഴേക്കും ഉമ്മ ഓടി വരും നമ്മളെ താങ്ങിയെടുക്കാൻ. എന്നാൽ അവിടെ ഉമ്മ മൈൻഡ് ചെയ്യൂല, വാപ്പ മൈൻഡ് ചെയ്യൂല, ഭാര്യയും ഭർത്താവും തിരിഞ്ഞു നോക്കൂല, മക്കളെ ഭാഗത്തേക്ക് അടുക്കൂല. അവിടെ ഓടി വരാനായിട്ട് ഞാനുണ്ട് മക്കളെ നിങ്ങൾക്ക്. ആദം നബി, ഇബ്രാഹിം നബി ഒന്നും അവരവരുടെ കാര്യങ്ങൾ നഫ്സി 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 നഫ്സിയ. യൗമ യദ്ഉ ആദമു വ അംബിയാ നഫ്സി 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 നഫ്സിയ. യൗമ യദ്ഉ ഖൈറു ഖൽഖിൽ അംബിയാ ഉമ്മത്തിയ ഉമ്മത്തിയ ഖൗമിയ. ആദം നബി മുതൽ എല്ലാ നബിമാരെടുക്കും നമ്മൾ ഓടിച്ചെല്ലും, ഓടിച്ചെല്ലും. സഹായിക്കണുപ്പാ മക്കളെ, ഉപ്പാടെ കാര്യം തന്നെ കഷ്ടത്തിലാണ്. നഫ്സി നഫ്സി, എല്ലാവർക്കും സ്വന്തം കാര്യം മാത്രമുള്ളൂ. അവസാനം ഓടിയെത്തും ആരംഭപ്പുവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹ്ക്ക് അറിഞ്ഞൂടെ മുത്തുനബി ഉള്ളൂ നമ്മളെ സഹായിക്കാൻ? മുത്തുനബിക്ക് അറിയാമല്ലോ, നേരത്തെ നമുക്കത് അങ്ങനെ പഠിപ്പിച്ചു തന്നൂടെ? എന്തിനാണ് നമ്മളെല്ലാ നബിമാരുടെ അടുത്തേക്ക് ഓടിക്കണത്? മറ്റ് നബിമാരൊന്നും ഉണ്ടാവില്ല, ആ നബിമാർക്ക് മുകളിലാണ് നമ്മുടെ മുത്തുനബി. എല്ലാത്തിനും മുകളിൽ അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സൃഷ്ടിയാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് അവിടെ. മുത്തുനബിയുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലുമ്പോൾ കരയണ്ട കേട്ടോ, ഞാനുണ്ട് നിങ്ങൾക്ക്, ഞാനുണ്ട്. ഈ ചില ബിദ്അത്തുകാരൊക്കെ പറയൂലേ, മരിച്ചുപോയ മനുഷ്യനോട് സഹായം ചോദിക്കാൻ പാടില്ല, ഔലിയാക്കളോടൊക്കെ. ഇത് സ്വഹീഹ് ബുഖാരിയിലെ ഹദീസാണ്. മരണവും കഴിഞ്ഞ് മരിച്ചിട്ട് പുനർജനിക്കുന്ന അവസ്ഥയിലും അള്ളാഹ് കോടതിയിലിരിക്കുകയാണ്, ജഡ്ജി കോടതിയിലിരിക്കുകയാണ് മഹ്ശറയിലെ. അള്ളാൻ്റെ മുമ്പിൽ നമ്മൾ സഹായത്തിന് ഓടിച്ചെല്ലണത് ആരുടെ അടുത്തേക്കാണ്? മുത്തുനബിയുടെ അടുക്കലേക്കാണ്. എന്ത് വിഡ്ഢികളാണ് ഈ മനുഷ്യന്മാർ. റസൂലുള്ളാഹിയോട് ചോദിക്കാൻ പാടില്ല. അവരുടെയൊക്കെ ഒരു കാര്യം ആലോചിച്ചാൽ സങ്കടമാണ്. ചിലപ്പോഴൊക്കെ ഇങ്ങനെ കരഞ്ഞു പോകാറുണ്ട്. പടച്ചോനെ, അവരെന്തോ സത്യത്തിൻ്റെ ആളുകളായി, വലിയ തൗഹീദിൻ്റെ ആളുകളായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഒന്നും അറിയില്ല. ഞങ്ങൾ വിശ്വസിച്ചത് ഭയങ്കര തൗഹീദാന്നാണ്. തൗഹീദിൻ്റെ യഥാർത്ഥ സുഖം അനുഭവിക്കാൻ ആ പാവങ്ങൾക്ക് പറ്റിയിട്ടില്ല. അതിന് അള്ളാൻ്റെ ഔലിയാക്കളുടെ വഴിയെ വരണം. അതിന് ഭയങ്കര ആനന്ദമല്ലേ. പാവപ്പെട്ടവരാണ്. അള്ളാഹു ബുദ്ധിയും ബോധം കൊടുക്കട്ടെ, അള്ളാഹു ബോധം കൊടുക്കട്ടെ, അള്ളാഹ് നന്നാക്കട്ടെ. കൽബൊന്നും മറിക്കാൻ അള്ളാഹ്ക്ക് ഇപ്പം എത്ര നേരം വേണം. പക്ഷെ ബിദ്അത്ത് സൂക്ഷിക്കേണ്ട സംഗതിയാണ്. അത് ഭയങ്കര ക്യാൻസറിനേക്കാൾ മാരകമാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ അങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ശഫാഅത്തുൽ ഉളുമ കൊണ്ട് അള്ളാഹു സന്തോഷ വർത്താനം അറിയിച്ചത് ശഅബാൻ മാസത്തിലാണ്. മൂന്നാമത്തെ പ്രത്യേകത, സൂറത്തുൽ അഹ്സാബിൽ സ്വലാത്ത് കൊണ്ട് നമ്മളോട് കൽപ്പിക്കുന്ന ഒരായത്തില്ലേ, നമ്മുടെ ഇന്നലത്തെ ചോദ്യം അല്ലേ, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി വഅലാ ആലിഹി. ഈ ആയത്തിറങ്ങിയത് ശഅബാൻ മാസത്തിലാണ്. സ്വലാത്ത് കൊണ്ട് ഇങ്ങനെ ധാരാളം നിങ്ങൾ സ്വലാത്ത് ചൊല്ലണേ, അള്ളാഹുവിൻ്റെ കൽപ്പന. സുബ്ഹാനക യാ റബ്ബ്. അതുപോലെ നാലാമത്തെ ഒരു പ്രത്യേകത എന്താ, ഖിബില മാറ്റം നടന്നത് ശഅബാനിലാണ്. ആദ്യകാലത്ത് ഖിബിലയിലേക്ക് തിരിഞ്ഞിരുന്നു, പിന്നീട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിയാൻ അള്ളാഹിൻ്റെ കൽപ്പന വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ അപ്പോഴും ഒരു കൊതി ഉണ്ടായിരുന്നു, കഅബാലയത്തിലേക്ക് തിരിയണം. അപ്പോൾ 10 മാസത്തോളം
ബൈത്തുൽ മുഖദ്ദസായിരുന്നു ഖിബ്ല. ഒരു നിസ്കാരത്തിൻ്റെ ഇടയിൽ വെച്ചിട്ടാണ് അള്ളാഹു നബിയോട് തിരിയാൻ പറയുന്നത്. ആ നിസ്കാരം പകുതി ബൈത്തുൽ മുഖദ്ദസിൻ്റെ നേരെയും പകുതി ഖിബ്ലയിലേക്ക് കഅബയിലേക്ക് തിരിഞ്ഞിട്ടുമാണ്. അതാണ് മസ്ജിദുൽ ഖിബ്ലത്തൈൻ, 2 ഖിബ്ലയുള്ള പള്ളി എന്ന് പറയുന്നത്. ആ പള്ളിയിൽ വെച്ചാണ് സംഭവം ഉണ്ടായത്. ഈ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തൃപ്തിക്ക് അനുസൃതമായി അള്ളാഹു ഖിബ്ല മാറ്റിക്കൊടുത്തത് ശഅബാൻ മാസത്തിലാണ്. അതുപോലെ തന്നെ 5-ാമത്തേത് ആയുസ് കണക്കാക്കപ്പെടുന്നൊരു മാസം, ആയുസ് പുതുക്കുന്ന ഒരു മാസം. ഈ ആയുസ് നമുക്ക് കണക്കാക്കും കൃത്യമായിട്ട്. ഈ മാസത്തിലാണ് അതൊക്കെ തീരുമാനിക്കപ്പെടുക. ഇവൻ എത്ര നാൾ ആയുസുണ്ട്, ഇക്കൊല്ലം എങ്ങനെയാണ് അവൻ്റെ കാര്യങ്ങൾ, ഇതൊക്കെ തീരുമാനിക്കപ്പെടുന്നത്, ആയുസിൻ്റെ എണ്ണവും ആരോഗ്യം കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നത് ഈ മാസത്തിലാണ്. പ്രത്യേകിച്ച് ശഅബാൻ 15-ൻ്റെ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. 6-ാമത്തെ പ്രത്യേകത, ഇബാദത്തുകൾ അള്ളാഹുവിലേക്ക് ഉയർന്നു പോകുന്ന ആഴ്ചയിലൊരു ദിവസമുണ്ട്, മാസത്തിലൊരു ദിവസമുണ്ട്, കൊല്ലത്തിലൊരു ദിവസമുണ്ട്. കൊല്ലത്തിലെ ദിവസം ഏതാ? അത് ശഅബാൻ 15 ബറാത്തിൻ്റെ രാവ്. അത് ശഅബാൻ മാസത്തിലല്ലേ. അപ്പോൾ കൊല്ലം നമ്മളെ ഇബാദത്തുകൾ അള്ളാഹുവിലേക്ക് ഉയർന്നു പോകുന്ന ഏറ്റവും മനോഹരമായൊരു ദിവസമാണ് ഏത്? അത് ശഅബാൻ മാസത്തിലുള്ളത്. അപ്പോൾ ശഅബാൻ മാസം അത്ര പരിഗണിക്കേണ്ടതാണ്. 7-ാമത്തെ പ്രത്യേകത എന്താ? ഷഹ്റു സ്വലാത്തിൻ്റെ മാസമാണ്. സ്വലാത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോട്. നമ്മൾ നിസ്കാരാകട്ടെ, നോമ്പാകട്ടെ, സക്കാത്താകട്ടെ, മറ്റതൊക്കെ എല്ലാം ആരുടെ സുന്നത്താണ്? മുത്തുനബിയുടെ ചര്യയാണ്. മുത്തുനബിയുടെ ചര്യയാണ്. എന്നാൽ അള്ളാൻ്റെ ചര്യ ഒന്നുണ്ട്. അതേതാ? ഇന്നല്ലാഹ വ മലായികത്തഹു യുസല്ലൂന. മുത്തുനബിയുടെ സ്വലാറ്റാണ്. മുത്തുനബിയുടെ സ്വലാത്ത്. തമാശക്ക് നിസ്കരിച്ച കൂലി കിട്ടും? കിട്ടൂല, ശിക്ഷ കിട്ടുക. എന്നാൽ തമാശക്ക് സ്വലാത്തില്ലാലോ, കൂലി കിട്ടും. കാരണം എന്തേ? ഇത് അള്ളാൻ്റെ സുന്നത്താണ്, മറ്റത് റസൂലുള്ളാൻ്റെ സുന്നത്താണ്. അള്ളാൻ്റെ സുന്നത്തിനാണോ റസൂലുള്ളാൻ്റെ സുന്നത്തിനാണോ പ്രാമുഖ്യം? അള്ളാഹ് അത്രമേൽ ഇഷ്ടപ്പെടുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ആ ബോധ്യത്തിൽ നമ്മളും അള്ളാഹുവിലേക്ക് അടുക്കേണ്ട സമയമാണ് യഥാർത്ഥത്തിൽ സ്വലാത്തുകൾ കൊണ്ട്. ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം. എന്തിനേറെ ഈ ശഅബാനിലെ ഓരോ ദിവസവും 1-ാമത്തെ ദിവസം മുതൽ 100 സ്വലാത്ത് ഡെയിലി പതിവാക്കിയാൽ ഖിയാമത്ത് നാൾ വരെ, അതായത് ശഅബാനിലെ മുഴുവൻ ദിവസവും ഓരോ ദിവസവും 100 സ്വലാത്തുകൾ ഇങ്ങനെ പതിവാക്കിയാലേ ഖിയാമത്ത് നാൾ വരെ അവന് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇങ്ങനെ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടിരിക്കും. പടച്ചോനെ അവന് പുറത്തു കൊടുക്കണേ. യാ അല്ലാഹ്, ഈ മഹാഭാഗ്യം ആർക്കാ? ശഅബാനിൽ ഓരോ ദിവസവും 100 സ്വലാത്തിൽ എന്ന് പറഞ്ഞു. നമുക്ക് ചൊല്ലിക്കൂടെ? 100 സ്വലാത്തിന് ഇപ്പോൾ എത്ര നേരം വേണം? 5 മിനിറ്റ് വേണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പിന്നെ ശഅബാൻ വന്നെത്തിയാൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സൂറത്താണ് സൂറത്തു ദുഹാനിലെ ആദ്യത്തെ 1 മുതൽ 8 വരെയുള്ള ആയത്ത് ശഅബാൻ 15 തവണ ഓതണം. 1 മുതൽ 8 വരെയുള്ള ആയത്ത് 15 പ്രാവശ്യം. ഏത് ദിവസം വരെ? ബറാത്ത് രാവ് വരെ ഓതണം. മനസ്സിലായോ? അങ്ങനെ ഓതിക്കഴിഞ്ഞാൽ എന്താ ഗുണം? നമുക്ക് അള്ളാഹു ചോദിക്കുന്നതൊക്കെ തരും. നമുക്ക് ദുനിയാവിലെയും ആഖിറത്തിലെയും കാര്യങ്ങൾ എളുപ്പാക്കി തരും. നരകശിക്ഷയിൽ നിന്ന്, ഖബർ ശിക്ഷയിൽ നിന്നൊക്കെ കാവൽ ലഭിക്കും. ഇത് ഓതിയിട്ട് ദുആ ചെയ്താൽ അള്ളാഹു എല്ലാം തരും. സൂറത്ത് ദുഹാനിലെ ആദ്യത്തെ 8 ആയത്തുകൾ എന്നിട്ട് അള്ളാഹിനോട് ദ്വാരക്കാം. 15 തവണ ഓതിയിട്ട് ദ്വാരക്കണം. മനസ്സിലായോ? മൻ അള്ളമ ശഅബാൻ അള്ളമ അംരി ഫറച്ചം വദുഖറൻ യൗമൽ ഖിയാമ. ആരെങ്കിലും ശഅബാനിനെ ആദരിച്ചാൽ അവൻ എന്നെ ആദരിച്ചവനെ പോലെയാണ്, എൻ്റെ കാര്യങ്ങളെ ആദരിച്ചവനാണ്. എൻ്റെ കാര്യങ്ങളെ ആദരിച്ചവന് അള്ളാഹു ഖിയാമത്ത് നാളിൽ എളുപ്പം കൊടുക്കും. എല്ലാ കാര്യങ്ങളും അള്ളാഹു തുറന്നു കൊടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരുപാട് ദിക്റ് കൊണ്ട്, സ്വലാത്തുകൾ കൊണ്ട്, പ്രത്യേകിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു നന്മ കൂടാൻ പറഞ്ഞു തരട്ടെ. നമ്മൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. ഒരാളെങ്കിലും നമ്മൾ കാരണം 10 സ്വലാത്തി ഇല്ലാൽ അതിൻ്റെയും കൂടെ കൂലി. ചിലപ്പോൾ നമ്മൾ ചൊല്ലണതിനൊക്കെ ക്വാളിറ്റി ഇല്ലെങ്കിലും ഇത് കേട്ട് ചൊല്ലുന്നൊരു മനുഷ്യൻ ക്വാളിറ്റിയോടെ ചൊല്ലിയാൽ അതിൻ്റെ കൂലി ആദ്യം നമുക്കല്ലേ കിട്ടുക. മനസ്സിലായോ? അപ്പോൾ മനസ്സറിഞ്ഞ് ഇന്ന് പ്രാർത്ഥിക്കുക, റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. പിന്നെ ഞാനൊരു ഇസ്മ കൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു അല്ലേ. ഈ ഇസ്മിൻ്റെ പ്രത്യേകത എന്താ? പല ആളുകളും ഭയങ്കര ക്ഷീണാണ്, ഇബാദത്തിന് പറ്റണില്ല, ഭയങ്കര മടി തോന്നുന്നു, ആകെപ്പാടെ ഒരു അലസത, മനസ്സൊക്കെ ഇങ്ങനെ ആകെ തളർന്നിരിക്കുന്നു, ഒരു ഉണർവില്ലാത്ത പോലെ എന്ന് പറയുന്ന ആളുകളോട് പറയട്ടെ, അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മുണ്ട്, യാ ഖവിയ്യു യാ ഖവിയ്യു യാ ഖവിയ്യു യാ അല്ലാഹ് യാ ഖവിയ്യു. ശക്തനായ റബ്ബേ. ഇത് ചൊല്ലുമ്പോൾ ഒരു ബോധ്യം ഉണ്ടാകണം. എന്താ അത്? എനിക്ക് ഒരു ശക്തിയില്ല പടച്ചോൻ, നീ ശക്തി തന്നാലേ ഉള്ളൂ അല്ലാ, നിൻ്റെതാണ് മുഴുവൻ ശക്തിയും. ഇത് ഡെയിലി 245 ആണ്. ഇതാണ് അതിൻ്റെ അതത്. 245 തവണ ഡെയിലി ഒന്ന് ചൊല്ലി നോക്കിയേ, യാ ഖവിയ്യു യാ ഖവിയ്യു യാ ഖവിയ്യു യാ ഖവിയ്യു. മനസ്സറിഞ്ഞ് ഈ ബോധ്യത്തിൽ ചൊല്ലണം. എനിക്കൊന്നുമില്ല, എനിക്കൊരു കഴിവില്ല, ഒരു സാധനമില്ല, നിനക്ക് മാത്രമേ ഉള്ളൂ. ഈ ബോധ്യത്തിൽ വേണം ചൊല്ലാൻ. മനസ്സിലായോ? അങ്ങനെ ചൊല്ലിയാൽ അള്ളാഹു നമ്മുടെ ശക്തിയൊക്കെ തിരിച്ചു തരും. നമ്മുടെ മനസ്സിലെ ടെൻഷനും തളർച്ചയും ഇബാദത്തിലുള്ള മടിയൊക്കെ മാറും. നല്ല ഉണർവുള്ള ആളുകളായിട്ട് മാറും. അള്ളാഹു റബ്ബുൽ ആലമീൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യത ഓർമ്മയില്ലേ?
നേരത്തെ അതിൻ്റെ ഉത്തരം നമ്മൾ പറഞ്ഞു. ഇന്നല്ലാഹു മലായിക്കത്തോ യുസല്ലൂന എന്ന് തുടങ്ങുന്ന ആയത്ത് ഇറങ്ങിയത് ഏത് മാസമാണ്? അത് ശഅബാൻ മാസത്തിലാണ്. ഇന്നത്തെ സിമ്പിളായൊരു ചോദ്യം, ഇരുമ്പ് കയ്യിൽ പിടിച്ച് വളയ്ക്കാൻ അള്ളാഹു മുഅ്ജിസത്തായി കഴിവ് നൽകിയ പ്രവാചകൻ ആരാണ്? കമൻറ്റ് ചെയ്യുക. പിന്നെ 11,000 രൂപയുടെ തിരഞ്ഞെടുപ്പ് നാളെയാണ്. നാളെ ശഅബാൻ 1 നാളെയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്കൊരു അർഹരായ ഒരാളിലേക്ക് എത്തിച്ചു കൊടുക്കണം. അള്ളാഹു അർഹതപ്പെട്ടൊരു പ്രയാസം അനുഭവിക്കുന്ന ഒരു മനുഷ്യനിലേക്ക് അള്ളാഹു അത് എത്തിച്ചു കൊടുക്കട്ടെ. അള്ളാഹു അതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. പിന്നെ അടുത്ത മാസത്തെ ചോദ്യം നമുക്ക് നാളെ തുടങ്ങണം. അതും 11,000 രൂപ ആക്കിയാൽ പോരെ. അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇന്ന് പിറ കാണുകയാണെങ്കിൽ ശഅബാൻ ആദ്യത്തെ രാവാണ്. അപ്പോൾ കൃത്യം 7 മണിക്ക് മജ്ലിസ് ഉണ്ടാവും. നല്ല ബൃഹത്തായൊരു മജ്ലിസാണ്. അള്ളാഹിനെക്കുറിച്ച് അറിയുന്നൊരു ക്ലാസ് കൂടെ ക്ലബ്ബ് ചെയ്തിട്ടുള്ളൊരു മജ്ലിസാണ് ഇന്നുണ്ടാവുക. ഒരു മജ്ലിസാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും അതിൽ പങ്കെടുക്കണം കേട്ടോ. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ ഖായിബാക്കല്ലേ അല്ലാഹ്. ഇതിൻ്റെ മിസ്ല സവാബ് ഹബീബ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദ്റത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവിടുത്തെ മദതും പൊരുത്തവും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഹബീബായ തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന സദസ്സാക്കണേ അല്ലാഹ്. ഈ സ്വബാഹുൽ ഖൈറിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ പാപങ്ങളൊക്കെ പൊറുക്കണേ അല്ലാഹ്. യാ റബ്ബന, റജബിൽ ഞങ്ങൾ ചെയ്ത എല്ലാ നന്മകളും നീ സ്വീകരിക്കണേ അല്ലാഹ്. നിൻ്റെ തൃപ്തി ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. ശഅബാൻ ഭംഗിയായി സ്വീകരിക്കാൻ, മുത്തുനബിയുടെ പൊരുത്തം ലഭിക്കുന്നവരായി മാറാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. റമദാനിന് മുമ്പ് ഞങ്ങളെ നീ മരിപ്പിക്കല്ലേ അല്ലാഹ്. ഒരുപാട് മക്കൾ പരീക്ഷകൾ എഴുതുന്നുണ്ട്, പരീക്ഷകൾ എഴുതിയവരുണ്ട്. എല്ലാവർക്കും ഉന്നത വിജയം നീ നൽകണേ തമ്പുരാനെ. യാ റബ്ബന, ശോഭനമായ ഭാവി ഞങ്ങളുടെ മക്കൾക്ക് നൽകണേ അല്ലാഹ്. സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. ഇല്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ അല്ലാഹ്. കരുണക്കടലായ റബ്ബേ, ഞങ്ങളുടെ മനസ്സിൽ കുടുംബത്തിൽ മഹബ്ബത്ത് തരണേ അല്ലാഹ്. പ്രണയം തരണേ അല്ലാഹ്. സ്നേഹം തരണേ അല്ലാഹ്. യാ റബ്ബന, വിവാഹപ്രായം എത്തിയവരുണ്ട്, അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാഹ്. വീടില്ലാത്തവരുണ്ട്, ഖൈറായ ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ നീ പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ വറ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും നിൻ്റെ കാരുണ്യം കൊണ്ട്, നിൻ്റെ കടാക്ഷം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.